ഹായ് ഗായ്സ്, അതാ ഞാൻ പിന്നെയും വന്നുട്ടോ. നമുക്കിന്ന് പഠിക്കണ്ടേ നമ്മുടെ ഫിസിക്സ് പഠിക്കാനായിട്ട്? അതാ എല്ലാരും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയോ? നമ്മുടെ ക്രിസ്മസ് എക്സാം അല്ലേ വന്നത്. എല്ലാരും മറന്നു പോരുതേ. നമുക്കറിയാം, നമുക്ക് കുറെ പരിപാടിയുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷനും അതിന്റെ തിരക്കും ഒക്കെ ആണ്, ശരിയാണ്. പക്ഷേ നമ്മൾ അതിനു മുമ്പായിട്ട് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് സെറ്റാക്കി അടിപൊളിയായിട്ട് വെക്കണമല്ലേ? എന്നാലല്ലേ നമുക്ക് മാർക്ക് നല്ല രീതിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം എന്തിനാ പേടിക്കണത്? നമ്മളെന്താ എല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിക്കുമല്ലേ? പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നേ പഠിച്ചു സെറ്റാക്കി വെക്കുക, അടുത്ത സബ്ജക്റ്റ് പഠിച്ചു സെറ്റാക്കി വെക്കുക. സോ സിമ്പിൾ. അപ്പൊ നമ്മളെല്ലാം കുറച്ച് ആയിട്ട് പഠിച്ച് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് SSLC, ആദ്യം ക്രിസ്മസ് എക്സാം, പിന്നെ പ്രീ മോഡൽ, പിന്നെ മോഡൽ, ദെൻ നമ്മുടെ SSLC. എല്ലാവരും ഉറ്റുനോക്കണത് സാധനമാണല്ലോ SSLC എക്സാം. പക്ഷെ അതോർത്താരും പേടിക്കണ്ട. അതിനുള്ള വഴികാട്ടിയായിട്ടാണല്ലേ ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഫിസിക്സ് വഴികാട്ടി എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അപ്പം അതിനു വേണ്ടിയുള്ള ചെറിയ ക്ലൂസും ഐഡിയാസും എല്ലാം പറഞ്ഞ് നമുക്ക് ആ ഓരോ ചാപ്റ്റർ പതിയെ സെറ്റാക്കി നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർമ്മയുണ്ട് എല്ലാവർക്കും? നമ്മൾ ഫിസിക്സിലത്തെ ക്ലാസ് 10th 6th ചാപ്റ്റർ ആണല്ലേ പഠിച്ചത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്താ? അതിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങൾ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തത്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പഠിച്ചു. അതായത് ആദ്യം മുതൽ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്ത്? ഒരു ബാർ മാഗ്നറ്റ് എന്താന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സോളിനോയിഡ്, ഗാൽവനോമീറ്റർ, അതൊക്കെ എന്താന്ന് പഠിച്ചല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് വന്നു? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനു മുമ്പ് അതിന് ഒരു എക്സ്പെരിമെന്റ് രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ മെയിൻ സാധനം ജനറേറ്റർ എന്താന്ന് നോക്കി. ഇലക്ട്രിക് ജനറേറ്റർ എന്താന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് 2 ടൈപ്സ് ഓഫ് ജനറേറ്റർ നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ, എല്ലാവരും പഠിച്ചില്ലായിരുന്നോ? മിസ്സിന്റെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ എല്ലാവരും? ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ജനറേറ്റർ വരെയും പഠിച്ചു. അപ്പൊ ജനറേറ്റർ എന്താന്ന് നോക്കി. 2 തരത്തിലുള്ള ജനറേറ്റർ, അതായത് AC ജനറേറ്റർ, DC ജനറേറ്റർ എന്താന്ന് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കിലേക്കാണ്. ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞെന്താ, ജനറേറ്ററിൽ നിന്ന് എന്താ കിട്ടുക? നമുക്ക് കറണ്ട് കിട്ടുമല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ ഒരു കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ജനറേറ്റർ വെക്കാൻ പറ്റും. കാരണം എന്താ? എങ്ങാനും കറണ്ട് പോയി അതെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എല്ലാ വീട്ടിലും ഇങ്ങനെ ജനറേറ്റർ നമ്മൾ വെക്കോ? പറ്റൂ? അത് പറ്റൂല. നമുക്ക് എങ്ങനെ ജനറേറ്റർ വെക്കാം? നമ്മുടെ വീട്ടിലേക്കൊക്കെ എങ്ങനെയാ കറണ്ട് പ്രൊഡക്ഷൻ നടക്കുക? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നമുക്ക് കറണ്ട് കിട്ടണം? നമ്മൾ ലൈറ്റ് സ്വിച്ച് ഇടുന്നു, ലൈറ്റ് കത്തുന്നു. ഓക്കെ, അതൊക്കെ ശരിയാണ്. സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തി, ഫാൻ കത്തി, നമുക്ക് വൈഫൈ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം കുറെ പേരുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാവല്ലേ? ഓക്കെ, വൈഫൈ കണക്ഷൻ കിട്ടി, ഒക്കെ കിട്ടി. അങ്ങോട്ടേക്ക് എങ്ങനെ കറണ്ട് കിട്ടണം? ആ കറണ്ട് എവിടെ നിന്നാ ഉണ്ടാക്കണത്? ഇതൊക്കെ നമുക്ക് അറിയണോ അല്ലേ? ഓക്കെ, അതിലേക്കാണ് ഞാൻ ഇന്ന് വന്നത്. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ പവർ സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ഇനി കേൾക്കാത്തവരും കാണാത്തവർക്കായിട്ട് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലാർജ് യൂണിറ്റ് അല്ലെങ്കിൽ ലാർജ് യൂണിറ്റ് ഒരു സപ്ലൈ ഓഫ് എനർജി, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം. അതിനു വേണ്ടി ഒരു പവർ ഉണ്ടാക്കുന്ന സ്ഥലം അതന്നെ പവർ സ്റ്റേഷൻ. നമുക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയാണ് പവർ സ്റ്റേഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടവ. നിങ്ങൾ പവർ സ്റ്റേഷൻസ് നോക്കുമ്പോൾ നമ്മൾ കേരളം ഒരു പവർ സ്റ്റേഷന് നമ്മുടെ കേരളവും ഒരു പവർ സ്റ്റേഷന്റെ ഓണർ ആണെന്ന് വേണമെങ്കിൽ പറയാല്ലേ? നമ്മുടെ ഇവിടെ നിന്നും എന്തുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ഇപ്പൊ പവർ സ്റ്റേഷൻസ് എന്താന്ന് മനസ്സിലായി. അപ്പൊ പവർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഔട്ട്പുട്ട് എന്താന്ന് നമുക്ക് മനസ്സിലായി. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും ഇൻപുട്ട്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, ആലോചിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് വെറൈറ്റീസ് ഓഫ് പവർ സ്റ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് 3 വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് കൂടാണ്ട് നമുക്ക് കുറെ ഉണ്ട്. അപ്പൊ 3 വെറൈറ്റീസ് ഓഫ് പവർ സ്റ്റേഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് തെർമൽ പവർ സ്റ്റേഷൻസ്, രണ്ടാമത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ,
ആൻഡ് ദ തേർഡ് വൺ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തെർമൽ പവർ സ്റ്റേഷൻ. അപ്പൊ തെർമൽ പവർ സ്റ്റേഷൻസ് ഞാൻ കാണിച്ചു തരാവേ, മിസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫോട്ടോ. ഇതാണ് എന്ത് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയാം. തെർമൽ പവർ സ്റ്റേഷൻസിൽ അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, തെർമൽ എന്താണ് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയണത്? അപ്പോ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല, നമുക്ക് ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും, പക്ഷെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്മളൊരു ഫ്യൂവൽസ് ആണ്. അതായത് നമ്മൾ CNG, പിന്നെന്താ കോൾ, ഇതൊക്കെ കൊണ്ട് ഇത് ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് പറയണത്? തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ തെർമൽ പവർ സ്റ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ തെർമൽ പവർ സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതറിയോ? തെർമൽ പവർ സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത്? ഒന്നുള്ളത് മേട്ടൂരാണ്, അത് തമിഴ്നാട്ടിലാണ് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കുന്നത്. പിന്നൊന്നെന്താ ബ്രഹ്മപുരം, അതും എവിടെയാണ്? അവിടെയും എന്താണ് തെർമൽ പവർ സ്റ്റേഷൻസ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കിട്ടേണ്ടത്. അപ്പൊ 2 സ്ഥലം പറഞ്ഞു, ഒന്ന് മേട്ടൂര്, ഒന്ന് ബ്രഹ്മപുരം. ഇവിടെ രണ്ടിടത്തുനിന്നും നമുക്ക് എന്ത് കിട്ടേണ്ട? തെർമൽ, അതായത് ഫ്യൂവൽസിൽ നിന്നും എന്ത് പ്രൊഡക്ഷൻ നടത്തേണ്ട? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചല്ലേ, അതാണത് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയണത്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ഇതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ന്യൂക്ലിയറോ അതൊക്കെ നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ. നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിലല്ലേ പഠിച്ചിട്ടുണ്ടാവുക. ഈ ഫിസിക്സിൽ എന്താ ന്യൂക്ലിയറിന് ഇത്ര കളി എന്ന് ഓർക്കും? ഒന്നുമില്ല. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ വഴി വാട്ടറിനെ എന്ത് ഫോമിലേക്ക് മാറ്റും? സ്റ്റീമിന്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡക്ഷൻ നടത്തും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അതായത് ഒന്നും കൂടി മിസ് പറയാം, ന്യൂക്ലിയർ എനർജി എന്ത് ഫോമിലേക്ക് മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ഫോമിലേക്ക് മാറ്റും. അവിടെ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആയിരിക്കും. ഈ ന്യൂക്ലിയർ ഫിഷൻ വഴി നമ്മൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താന്ന് മനസ്സിലായി. അത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുള്ള സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് അറിയോ? ഇനി എക്സാമിന് എങ്ങനെ ചോദിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്താ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, എന്താ തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊന്നും പറയില്ലായിരിക്കും. സ്ഥലം മാത്രം കൊടുത്തിട്ട് ഇവിടെ ഏത് പവർ സ്റ്റേഷൻ ആണ്, ഇവിടെ ഏത് പവർ സ്റ്റേഷൻ ആണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്ഥലവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടല്ലോ? അപ്പൊ അത് മറക്കരുത്. അപ്പൊ ഞാൻ മിസ് പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉള്ളതെന്ന് പറയാം. ഒന്നുള്ളത് നമ്മുടെ കൂടംകുളത്താണ് എന്തുള്ളത്? അതും തമിഴ്നാട്ടിലാണ്. കൂടംകുളത്താണ് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉള്ളത്. പിന്നെ ഒരെണ്ണമുള്ളത് കൽപ്പാക്കത്തിലാണ് പിന്നെ എന്തുള്ളത്? ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉള്ളത്. അപ്പൊ എക്സാമിന് വന്നേക്കാം കൂടംകുളം ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് പ്രൊഡക്ഷനാണ് നടക്കുക? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് അവിടെ ഉണ്ടാവുക. ആ ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് ആണ് നമുക്ക് എന്ത് ഇലക്ട്രിക്കൽ എനർജി കിട്ടുണ്ടാവുക. അപ്പൊ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി തേർഡ് പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമാണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ? വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡക്ഷൻ നടത്തുന്നു? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് പറയുമ്പോഴേക്കും നമ്മൾ കേരളക്കാരല്ലേ, നമ്മൾ ഇതിനൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഉണ്ടല്ലേ, എന്താണ് മൂലമറ്റത്ത് നമ്മൾ എന്താ നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഇടുക്കി ഡാമിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിവാസലിൽ നിന്നും എന്ത് നടത്തുന്നുണ്ട്? നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പൊ ഇവിടെ മെയിനായിട്ട് വേണ്ടത് വെള്ളത്തിൽ നിന്നും എന്ത് മാറ്റുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമുക്ക് പവർ സ്റ്റേഷൻസ് എന്താന്ന് മനസ്സിലായല്ലോ. പവർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പ്രൊഡക്ഷൻ നടത്തണം. അപ്പൊ നമുക്ക് അറിയാം, ഒരു സോഴ്സിൽ നിന്ന് മാത്രം നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് തെർമൽ, അതായത് ഫ്യൂവൽസ് യൂസ് ചെയ്ത്. രണ്ടാമത്തത് എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ വഴി
എന്താ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നു. പിന്നെ എന്ത് ഫോമാണ്? നമ്മുടെ വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ എന്ത് നടക്കുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 മനസ്സിലായല്ലോ. മിസ് അപ്പൊ 3 കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതാണ് എന്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താ, നമ്മള് ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ അവിടെ മെക്കാനിസംസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ, വെള്ളത്തിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നു. അവിടെ നിന്ന് എന്താ നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ടർബൈൻ എന്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജനറേറ്റർ, AC ജനറേറ്ററായ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്ററിൽ അർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. അതുമൂലം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് സംഭവിക്കും, EMF ഇൻഡ്യൂസ് ചെയ്യും, അവിടെ നിന്ന് കറണ്ട് പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ വ്യൂ എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻ. ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ന്യൂക്ലിയറിലും തെർമൽ പവർ സ്റ്റേഷനിലും എന്തുണ്ട്? ബോത്ത് യൂസസ് ഹീറ്റ് സോഴ്സ് ടു ബോയിൽ വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ഹൈ പ്രഷർ സ്റ്റീം. അതായത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലും മിസ് പറഞ്ഞായിരുന്നു എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ വഴി വാട്ടറിനെ ബോയിൽ ചെയ്ത് അത് സ്റ്റീം ഫോമിലേക്ക് ആക്കും. ആ സ്റ്റീം ചെന്നാണ് നമ്മുടെ AC ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ആ ആർമേച്ചർ കോയിൽ കണക്ട് ചെയ്ത് അവിടെ നിന്നാണ് ആർമേച്ചർ കോയിൽ റൊട്ടേഷൻ നടത്തിയിട്ടാണ് എന്ത് നടക്കാന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കാന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് തെർമൽ പവർ സ്റ്റേഷൻ. ഓഫ് കോഴ്സ് എന്താണ്, ഫ്യൂവൽസ് ഒക്കെ ചൂടാക്കി അതിൽ നിന്നും സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് പിന്നെ ഇലക്ട്രിക്കൽ എനർജി ഫോമിലേക്ക് മാറ്റുക. അപ്പൊ സിമിലാരിറ്റീസ് ഉണ്ട്. The steam drives a turbine, converted the thermal energy into mechanical energy. Of course ഞാൻ പറഞ്ഞു ഈ സ്റ്റീം എന്ത് ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അതെന്താ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക എന്നർത്ഥം എന്താണ്? അതെന്താണ്? മെക്കാനിക്കൽ എനർജി അല്ലെ. അപ്പൊ അതാണ് മിസ് പറഞ്ഞത്. പിന്നെന്താ, ദ ടർബൈൻ ഡ്രൈവ്സ് എ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഓഫ് കോഴ്സ് രണ്ടിലും എന്താണ്, ഒരു ജനറേറ്ററിന്റെ ആവശ്യമുണ്ട്. ആ ജനറേറ്റർ ആണ് എന്ത് ചെയ്യുക, ആ ടർബൈൻ നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സിമിലാരിറ്റീസ് നല്ല പുല്ല് പോലെ എഴുതാൻ പറ്റും. കാരണം എന്താ, സൂപ്പർ കുഞ്ഞു ടോപ്പ് പോയിന്റ്സ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ സിമിലാരിറ്റീസ് അവർ ഒരേപോലെ നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ അവർക്ക് ഡിഫറൻസ് ഉണ്ടാവില്ലേ എല്ലാവർക്കും. ഇപ്പൊ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമുക്ക് ചില ആൾക്കാരായിട്ട് നമുക്ക് ചില സിമിലാരിറ്റീസ് ഉണ്ടാവും. പക്ഷെ അവർ തമ്മിൽ എപ്പോഴും സിമിലർ മാത്രമാണോ? അവർക്ക് ഡിഫറൻസും ഉണ്ടാവും അല്ലെ. ഓക്കെ, ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് CNG, കോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ റിന്യൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് തെർമൽ പവർ സ്റ്റേഷനിൽ ആവശ്യം. പക്ഷെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലോ അവിടെ ന്യൂക്ലിയർ ഫിഷൻ, യുറേനിയം എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിന്ന്, അതായത് ഒരു കെമിക്കൽ നിന്നും ന്യൂക്ലിയർ ഫിഷനിൽ നിന്നും എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ ഫിഷൻ വഴി യുറേനിയത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിനെന്ത് ചെയ്യും? അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്ത ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് നോൺ റിന്യൂവബിൾ ആൻഡ് കോസ് എയർ പൊല്യൂഷൻ. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോഴേക്ക് നോൺ റിന്യൂവബിൾ ആണ്. അതായത് ഒന്നുമില്ല, കാരണം എന്താണ്, നമുക്കത് പിന്നെ ലഭിക്കാനുള്ള എബിലിറ്റി കുറവായിരിക്കും. കാരണം എപ്പോഴും അത് കിട്ടണം എന്നുള്ളത് ഇല്ല. പക്ഷേ ആൻഡ് ഓൾസോ അതെന്താണ്, അതൊരു എയർ പൊല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ അതായത് ഈ ഓയിൽ, നേച്ചർ ഗ്യാസ്, കോൾ ഒക്കെ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസസ് പ്രൊഡക്ഷൻ ഉണ്ടല്ലേ, അതിനകത്ത് കാർബണിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും. അത് നമുക്ക് എയർ പൊല്യൂഷനൊക്കെ കാരണമാകും. യുറേനിയം ഓൾസോ നോൺ റിന്യൂവബിൾ പ്രോസസ് ആണ്. പക്ഷെ അതെന്ത് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കെമിക്കൽ പ്രൊഡക്ഷൻ അല്ലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതും പൊല്യൂഷൻ ഉണ്ട്, എന്നാൽ പോലും ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേഷൻ കുറവാണ്. പിന്നെ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഗ്യാസസ് വേസ്റ്റ്, ഗേഷ്യസ് വേസ്റ്റ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറെ കാർബൺ ഡൈ ഓക്സൈഡും SO2, NOx
അതൊക്കെ പ്രൊഡക്ഷൻ, അതൊക്കെ കെമിക്കൽ രീതിയിലാണ്, അതൊക്കെ ഓരോ ടൈപ്പ് ഗ്യാസസ് ആണ്. അപ്പൊ ആ ഗ്യാസസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടുതലാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ റേഡിയേഷൻസും പ്രൊഡക്ഷൻ ഉണ്ടാകും. ലൈഫ് സേഫ്റ്റിക്ക് ഒരു ത്രെട്ട് തന്നെ പറയാം. കാരണം എന്താ, റേഡിയോ ആക്റ്റീവ് സാധനങ്ങൾ ആണല്ലോ. പക്ഷെ അത്രയും സേഫ്റ്റികൾ വെച്ചാണ് അത് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ പോലും എങ്കിലും അവിടെ ഒരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ ഡ്രോബാക്സ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ തന്നെ പറയാം. അതേപോലെ തന്നെ ഡിഫറൻസും ചോദിച്ചാലും ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സിമിലാരിറ്റീസും ഡിഫറൻസും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ സാധനമായ എന്ത് സാധനമാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ എന്തൊക്കെ എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കേണ്ടാവുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കണ്ടായിരുന്നല്ലേ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് നിങ്ങൾക്കിപ്പോ നിങ്ങൾ 10ാം ക്ലാസ് വരെയല്ലേ, നിങ്ങൾക്ക് എന്തായാലും ടൂർ ഉണ്ടാവില്ലേ. അപ്പൊ മിസ്സിനോടൊക്കെ പറയണം, നമ്മുടെ പ്രിൻസിപ്പലിനോടൊക്കെ പറയണം, ഞങ്ങൾക്ക് ഫിസിക്സിൽ ഇത് പഠിക്കാനുണ്ട്, അപ്പൊ ഞങ്ങൾ ഒന്ന് ഇടുക്കി കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ ഇത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ ഒരു ട്രിപ്പുമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും പറ്റും അല്ലെ. ഓക്കെ, ഇവിടെ എന്താ നടക്കണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഇത് നടക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കി, നമ്മുടെ ഡാം അല്ലേ, ഇതൊരു ഡാമാണ്. ഓക്കെ, ഇത് ഡാമാണ്. ഡാമിൽ എന്തുണ്ട്, വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കാം അല്ലെ. ആ സ്റ്റോർ ചെയ്ത് കിടക്കണ വാട്ടറിന് എന്ത് എനർജി ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. മനസ്സിലായല്ലോ, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ആ വെള്ളം വൺസ് നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ സമയത്ത് എന്ത് ചെയ്യും, ആ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് അതിനെന്ത് തുറക്കും. ആ വാൽവ് തുറക്കുമ്പോൾ തന്നെ എൻ്റെ വെള്ളത്തിന് ഓഫ്കോഴ്സ് ഫ്ലോ നടക്കും അല്ലെ. ആ തുറക്കുമ്പോൾ തന്നെ എന്ത് ഫോം ആകും, ഈ പൊട്ടൻഷ്യൽ എനർജിനെ എന്ത് ഫോമിലേക്ക് മാറ്റും, കൈനറ്റിക് എനർജി ഫോമിലേക്ക് മാറ്റും. അപ്പൊ അവിടെ എന്ത് നടക്കും, ഒരു ഫ്ലോ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ. വെള്ളം അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ ഫ്ലോ ചെയ്ത വെള്ളം എവിടെ വന്ന് തട്ടും, ടർബൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു ഫാൻ പോലെ നിൽക്കുന്ന സാധനമാണ്. അതിങ്ങനെ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ആലോചിച്ച് നോക്ക്, ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് വന്ന് ഇവിടെ തട്ടുമ്പോഴേക്ക് ഈ ടർബൈൻ എന്ത് ചെയ്യും, നല്ല രീതിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, റൊട്ടേഷൻ അല്ലേ അവിടെ നടക്കണത്. അപ്പൊ അത് എന്ത് ഫോം ആയിരിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു, മെക്കാനിക്കൽ എനർജി ഫോമിലേക്കായിരിക്കും അത് മാറണ്ടാവുക. ഈ ടർബൈൻ എന്തിലേക്കാണ് കണക്ട് ചെയ്തിട്ട് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. അതെന്താ, അർമേച്ചർ, നമ്മുടെ ജനറേറ്ററിന്റെ അർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ അർമേച്ചറിൽ അവിടെ എന്ത് പ്രൊഡക്ഷൻ നടക്കും, ഓഫ്കോഴ്സ് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ വഴി അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി എന്ത് ഫോമിലേക്ക് മെക്കാനിക്കൽ എനർജി എന്ത് ഫോമിലേക്ക് മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ഫോമിലേക്ക് മാറ്റും അല്ലെ. അങ്ങനെ നിന്ന് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറും. അപ്പൊ മനസ്സിലായില്ലേ ഏതൊക്കെ സ്റ്റെപ്പാന്ന്. അപ്പൊ ആ മിസ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഭൂമി വലിയ ഒരു ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന് മതി. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി ഫോമിലേക്ക് മാറും. പിന്നെ എന്ത് സംഭവിക്കും, കൈനറ്റിക് എനർജി ഫോമിലേക്ക് മാറ്റും. പിന്നെന്താണ്, മെക്കാനിക്കൽ എനർജി അല്ലെ. മിസ് പറഞ്ഞു ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെന്താ, ഇലക്ട്രിക്കൽ എനർജി ഫോമിലേക്ക് മാറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്തൊക്കെ തരം എനർജി കൺവേർഷൻ നടക്കണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും പേടിച്ചോ അതൊന്നും ചിന്തിച്ചിരിക്കണ്ട. നമ്മൾ ആലോചിക്കാം, ജസ്റ്റ് ആലോചിക്കാം, ദെൻ ആൻസർ ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എനർജി ട്രാൻസ്ഫോർമേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ നമ്മളിപ്പോ എന്താ 3 തരത്തിലുള്ള തെർമൽ പവർ സ്റ്റേഷൻസ് പഠിച്ചല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 3 തരത്തിൽ മാത്രമേ നമുക്ക് എനർജി പ്രൊഡക്ഷൻ നടത്തുള്ളൂ, അതായത് തെർമൽ രീതിയിൽ, പിന്നെന്താ ന്യൂക്ലിയർ രീതിയിൽ, വാട്ടറിൽ നിന്ന്, അങ്ങനത്തെ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇല്ലട്ടോ, വിൻഡ് എനർജിയിൽ നിന്നും അങ്ങനെ നമ്മൾ പല രീതിയിൽ നിന്നും, വേവിൽ നിന്നും, ഇതിലൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പം നിങ്ങൾ എക്സാമിന് ഇത് 3 മെയിനായിട്ട് നോക്കുക.
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് കറണ്ട് വരുന്നത്? ഇപ്പൊ നമ്മൾ കറണ്ട് ഉണ്ടാക്കി. ഓക്കെ, കറണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ആ സാധനം വരണ്ടേ? ഓക്കെ, അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കുട്ടിയായിരുന്നപ്പോഴേക്കും അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ഇത് എന്താണ് മിസ് ഇങ്ങനെ പഠിപ്പിച്ച്, ഞാൻ കുട്ടിയായിരുന്നപ്പോ പഠിപ്പിച്ചായിരുന്നു. ഓക്കെ ശരിയല്ലോ, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലേക്ക് എത്താ? നമ്മളറിയുമ്പോഴെന്താ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്, ഓൺ ചെയ്യുമ്പോൾ കറണ്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ആകെ ആലോചിക്കുക കറണ്ട് പോകുമ്പോഴേക്കും ഇത് എന്ത് തേങ്ങ കറണ്ട് പോയതെന്നൊക്കെ ആലോചിക്കും. കാരണം നമ്മുടെ ടിവിയുടെ നോക്കുന്ന സമയം കുറഞ്ഞു പോയല്ലേ. ഓക്കെ, അതുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതെന്താ, നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വന്നത് ഇങ്ങനത്തെ ഓരോ ലൈൻസ് വഴിയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഓരോ കണക്ഷൻ വഴി ഇങ്ങനെ ട്രാൻസ്ഫോമേഴ്സ് അല്ലേ? ഓക്കെ, ആ സാധനമൊക്കെ ഉണ്ട്. ആ വഴിയൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ഫ്ലോ നടത്താന്ന് അറിയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കറണ്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ്ട? അല്ലെങ്കിൽ കറണ്ട് ഓക്കെ ഈ വഴിയൊക്കെ വരുമ്പോൾ നമ്മുടെ കറണ്ട് ഈ വഴിയാണ് ഇങ്ങനെ വഴി വന്ന് ഓരോ വീട്ടിലേക്കും കറണ്ട് കൊടുക്കണ്ട. ഓക്കെ, ശരി, സമ്മതിച്ചു. ഈ കറണ്ട് കൊടുക്കുമ്പോഴേക്കും അവിടെ എനർജി ലോസ് സംഭവിക്കുന്നുണ്ടോ? അതായത് കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും എനർജിക്ക് ചേഞ്ചസ് വരുത്തുന്നുണ്ടോ? വന്നുണ്ട്. അത് വന്നുണ്ടെന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ 5th ചാപ്റ്റർ പഠിക്കും അല്ലേ? ആ ചാപ്റ്ററിൽ നമുക്ക് എന്തുണ്ട്? ഹീറ്റ്, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് കാരണം എന്താ? നമ്മൾ ജൂൾസ് ലോ എന്ന് പറഞ്ഞ ലോ പഠിച്ചിട്ടില്ലേ? ആ ലോയിൽ എന്താ H=I²RT എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഇപ്പം അറിയാത്തവരായിട്ടാണെങ്കിൽ ഓക്കെ മിസ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് ആണല്ലോ. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് എന്താ ഇലക്ട്രിസിറ്റി പോണ്ട്, ചാർജ് പാർട്ടിക്കിൾ പോണ്ട്. ഓക്കെ, ഈ പോണ വഴിയിൽ കൂടി എന്ത് പ്രൊഡക്ഷൻ നടക്കും? ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ലൈറ്റിൽ പോയി തൊടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യണുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇങ്ങനെ പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കും. അപ്പൊ ആ ഹീറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം. ആ ഹീറ്റ് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനൊക്കെയെന്ന് മിസ് പറഞ്ഞുതരാവേ. ഓക്കെ, ആ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യണതാണ് കറണ്ട്, ദെൻ റെസിസ്റ്റൻസ്, പിന്നെ ടൈം. അതായത് കറണ്ട് ഇങ്ങനെ ഒരു കണ്ടക്ടർ കൂടി പോകുമ്പോൾ അവിടെ എന്തിനാ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി പോണ കറണ്ടിനാ. ആൻഡ് ഓൾസോ ഇത് ഞാനൊരു കണ്ടക്ടറാന്ന് പറഞ്ഞു. ഈ കണ്ടക്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻബിൽഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? കറണ്ട് ഫ്ലോവിനെ തടയുന്ന സാധനം, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ആ റെസിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എന്താ ടൈം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കറണ്ട് ഇങ്ങനെ പോകുമ്പോഴും അവിടെ ടൈമിന് വ്യത്യാസം വന്നില്ലേ? അപ്പൊ ആ ഹീറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ IRT ആണല്ലോ. അപ്പൊ ഇത് 3 കൂടി കാണിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ജൂൾസ് ലോ. Joule's law states that the heat quantity produced in a conductor is directly proportional to the square of the current and the resistance of the wire and the time required for the flow of the electrical charge. മനസ്സിലായല്ലോ? അപ്പൊ അത് 3 കൂടി റെപ്രസെന്റ് ചെയ്ത ഇക്വേഷൻ ആണ് H=I²RT എന്ന് പറയണ്ടാവുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ H=I²RT സമ്മതിച്ചു. അതാണ് H=I²RT എന്ന് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ വയറിൽ കൂടി പോകുമ്പോഴേക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ്ടെന്ന് പറയാം. അപ്പൊ ഇത്രയും കറണ്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ ഇങ്ങനത്തെ സാധനത്തിൽ കൂടി കറണ്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഈ വയറിൽ കൂടി പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? കുറെ ഹീറ്റ് ലോസ് സംഭവിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട കറണ്ട് നമുക്ക് ലഭിക്കോ? അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഹീറ്റ് എനർജി നമുക്ക് കിട്ടോ? ചിന്തിച്ചിട്ടുണ്ടോ?
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹീറ്റ് പ്രൊഡക്ഷൻ, അതായത് ഹീറ്റ് ലോസ് കുറക്കണം. ആ ഹീറ്റ് ലോസ് കുറക്കാൻ എന്തൊക്കെ വഴി? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഐ കുറക്കണം, ആറിന് മാറ്റം വരുത്തണം, ടിക്ക് മാറ്റം വരുത്തണം. ഇതിനകത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ടൈമിനൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റൂല. ടൈമിന് നമ്മൾ ഫ്ലോ നടക്കുമ്പോൾ അഫ്കോഴ്സ് ടൈം ഉണ്ട്, ടൈമിന് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. പിന്നുള്ളത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ആണ്, അതവിടെ നിൽക്കട്ടെ. ആൻഡ് ഓൾസോ ഐയും, അതായത് കറണ്ടും ആണ്. കറണ്ടാണ് ഏറ്റവും കൂടുതൽ, ഐ സ്ക്വയർ അല്ലേ, അതായത് കറണ്ടിന് മാറ്റങ്ങൾ വരുത്തണം ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് നോക്കിയേ, ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ്. ടൈം എന്തായാലും മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് റെസിസ്റ്റൻസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ, അതായത് റെസിസ്റ്റിവിറ്റി, ഓരോ മെറ്റൽസിനുള്ള റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണ വയർ നമുക്ക് വേണമെങ്കിൽ സിൽവർ കൊണ്ട് ഉണ്ടാക്കാം, കോപ്പർ കൊണ്ട് ഉണ്ടാക്കാം, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കാം, അലുമിനിയം, അങ്ങനെ എന്ത് വേണേലും കൊണ്ടെടുക്കാം. അപ്പൊ ഏറ്റവും റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമുക്ക് എന്താ, ഹീറ്റ് പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റും. റെസിസ്റ്റൻസ് കൂട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റും അല്ലേ. അപ്പൊ എന്താ, സിൽവറിന് റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഇത്ര ഉള്ളൂ. പിന്നെ കോപ്പറിന്, പിന്നെ ഗോൾഡിന്, പിന്നെ അലൂമിനിയം, ടങ്സ്റ്റൺ, അയൺ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വയർ, സിൽവർ വെച്ച് നമുക്കൊരു വയർ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ കോസ്റ്റ് എവിടെ നിൽക്കും? ഇത്രയും നമ്മുടെ വേൾഡ് അല്ല വേണ്ട, ഇന്ത്യ അല്ലെങ്കിൽ കേരളം വിചാരിച്ചാൽ ഇത്രയും സ്ഥലത്തേക്ക് നമ്മൾ സിൽവർ വെച്ച് കണക്ഷൻ കൊടുക്കാന്ന് പറയുമ്പോഴേക്കും നമുക്കത് പോസിബിളേ അല്ലല്ലേ, അല്ലേ? റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കുറവ്. അപ്പൊ റെസിസ്റ്റൻസ് കുറവുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റെസിസ്റ്റൻസ് കുറവുള്ളതാണ് സിൽവർ എന്ന് പറയുന്നത്. ആ സിൽവറിന് എന്ത് സംഭവിക്കും? സിൽവർ വെച്ച് ഒരു വയർ ഉണ്ടാക്കി നമുക്ക് മുതലിക്കോ? ഇല്ല. പിന്നെ ഉള്ളത് കോപ്പർ അല്ലെങ്കിൽ ഗോൾഡ്. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണല്ലേ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഫ്കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പറ്റണം നമുക്ക് ഐ ആണ്, അതായത് കറണ്ട് ആണ്, ആണല്ലോ. കറണ്ട്, അതിനെ നോക്ക്, കറണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ കറണ്ട് കുറച്ചാൽ ഹീറ്റ് പ്രൊഡക്ഷന് കുറയും. ഓക്കെ, നോക്കേ, കറണ്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഇക്വേഷൻ ആണ് P = അപ്പോ റെസിസ്റ്റൻസ്. ഇതാണ് റെസിസ്റ്റിവിറ്റി ടേബിൾ, ഓരോ മെറ്റൽസിന്റെയും റെസിസ്റ്റിവിറ്റി ടേബിൾ എന്ന് പറഞ്ഞു. അപ്പോ ഇത് നോക്കേ, സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി ആണ് 1.58 × 10⁻⁻8 എന്ന് പറയാം. അങ്ങനെ കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, ടങ്സ്റ്റൺ, അയൺ എന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു H = I² RT ആണെന്ന് പറഞ്ഞല്ലോ. അതായത് റെസിസ്റ്റിവിറ്റി R കൂടുമ്പോൾ എന്ത് സംഭവിക്കും? H പ്രൊഡക്ഷന് കൂടും എന്ന് പറഞ്ഞു, ഹീറ്റ് പ്രൊഡക്ഷനും കൂടും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? R കുറക്കണോ അല്ലേ? R കുറച്ചാലല്ലേ Hഉം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ R കുറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ സിൽവർ ആണ്, സിൽവറിന് കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സിൽവർ വെച്ച് നമുക്ക് ഒരു ലോ റെസിസ്റ്റിവിറ്റി ഉള്ള സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സിൽവർ, ഗോൾഡ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അഫോർഡബിൾ അല്ലല്ലേ, ആണല്ലോ. അപ്പൊ അഫോർഡബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വെച്ചാണ് അല്ലേ, ഐ വെച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുണ്ടാവുക. ഐ വെച്ച് ചെയ്യുമ്പോഴേക്കും ഐ വെച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം P = VI എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. P = VI എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, P = VI എന്ന് പറയുമ്പോഴേക്കും അതായത് ഐ കുറച്ച് കഴിഞ്ഞാലേ നമ്മുടെ എച്ചും കുറയുള്ളൂ, ആണല്ലോ. പക്ഷെ ഐ കുറച്ച് കഴിഞ്ഞാൽ എന്തും കുറയും, പവറും കുറയും അല്ലെ. പവർ എന്ന് പറയുന്നത് എന്താ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പൊ ഐ കുറയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? പിയും കുറയും. അപ്പൊ അതെന്താ? നമ്മളത് പവറും കുറയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊരു എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇതല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ആണ്, ഇതൊന്നും ബന്ധമില്ലാത്ത സാധനമാണ് വിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വി എന്ന് പറയുമ്പോഴേക്കും എന്താ? വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, വോൾട്ടേജ് കൂട്ടാൻ വേണം, ഐ കുറയ്ക്കാൻ വേണം, പവറിന് ചേഞ്ചസ് ഒന്നും വരുത്താണ്ട് ഒരു സാധനം നമുക്ക് വേണം. അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം, കറണ്ട് പ്രൊഡക്ഷൻ കുറയ്ക്കണം, അതിനനുസരിച്ച് പവറിന് ചേഞ്ചസ് ഒന്നും വരുത്തരുത്. അങ്ങനത്തെ ഒരു സാധനം ഇറക്കണം അല്ലേ. ഓക്കെ, അതിനു വേണ്ടി ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. അതെന്താന്ന് പറയും. അതിനു മുമ്പ് നമ്മൾ ഒരു ലോയും കൂടി പഠിച്ചിട്ട് ഞാൻ എന്താ സാധനം എന്ന് പറഞ്ഞുതരാം. ഓക്കെ,
അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് എത്രയും മനസ്സിലായാലും നമുക്ക് I കുറയ്ക്കാൻ വേണം, V കൂട്ടാൻ വേണം, പവറിന് ചേഞ്ചസും വരുത്തരുത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റണം, വേറൊരു രീതി റെസിസ്റ്റൻസ് കുറക്കണം. അപ്പൊ ഇത് രണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സാധനം? മ്യൂച്വൽ ഇൻഡക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ എന്താന്ന് അപ്പൊ തന്നെ പറയണോട്ട്, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയണേ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച്. ഇത് ഞാൻ വേറൊരു കോയില്, ഇതിലേക്ക് ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ എന്താന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അഥവാ ഡൗട്ട് ഉള്ളവര് മിസ്സിന്റെ നേരത്തെ സെക്ഷന്റെ വീഡിയോ പോയി കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സോളിനോയിഡ്. വയറ് ഞാൻ സോളിനോയിഡ് ഷേപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. DC ആണ്. ഒരു സ്വിച്ച് ഉണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്ത് സാധനം ഉണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു സോളിനോയിഡിൽ കറന്റ് ഫ്ലോ നടക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഫ്ലെക്സ് ഉണ്ടെന്ന് പറയാം. അപ്പോ ഇത് എന്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ സോളിനോയിഡിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാനപ്പോ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇതേ കൂടി കറണ്ട് ഫ്ലോ നടക്കും അല്ലെ? കറണ്ട് ഫ്ലോ നടക്കുമ്പോഴേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കും. ആ ചേഞ്ച് കാരണം ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ നടക്കും. മനസ്സിലായോ? ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ നടക്കും. പക്ഷേ ഞാൻ ചോദിക്കണ്ടേ, ഈ സ്വിച്ച് ഞാൻ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചേക്കാം. അതായത് ഞാൻ ഓൺ ചെയ്തപ്പോൾ അപ്പൊ തന്നെ ഡിഫ്ലക്ഷൻ നടന്നേ. പക്ഷേ പിന്നെ ഞാൻ ഓഫ് ചെയ്തില്ല, അങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കോ? കറണ്ട് ഇങ്ങനെ ഈ ഗാൽവനോമീറ്റർ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തോണ്ടേ ഇരിക്കോ? ഇല്ല, ഡിഫ്ലക്ട് ചെയ്തോണ്ടേ ഇരിക്കില്ല. അതിനുള്ള റീസൺ മിസ്സും പറയാട്ടോ. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്തു. സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും, സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കോണ്ടാക്ട് നഷ്ടപ്പെടുത്തി. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? അപ്പോഴും എന്ത് ചെയ്യും? ഈ ഗാൽവനോമീറ്ററിന് പെട്ടെന്നൊരു ഡിഫ്ലക്ഷൻ നടക്കും. പക്ഷേ പിന്നെ മിസ് ഓൺ ആക്കാൻ നോക്കിയില്ലേ, അങ്ങനെ തന്നെ വെച്ചു. അപ്പോഴും ഗാൽവനോമീറ്റർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കോ? അപ്പൊ നമുക്ക് നോക്കാം. ഗാൽവനോമീറ്ററിനെ നമ്മൾ ഓൺ ചെയ്ത് വെക്കുമ്പോഴും ഓഫ് ചെയ്ത് വെക്കുമ്പോഴും എന്ത് സംഭവിക്കില്ല? ഗാൽവനോമീറ്ററിന് ചേഞ്ചസ് സംഭവിക്കില്ല. വൺസ് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഗാൽവനോമീറ്റർ ചേഞ്ചസ് സംഭവിക്കും. അതേപോലെ തന്നെ ഓഫ് ചെയ്യുമ്പോഴും ഗാൽവനോമീറ്റർ ഒന്ന് ഓൺ നടക്കും. ഇനി ഈ ഗാൽവനോമീറ്ററിന് വരെ ഞാനൊരു ബൾബാ വെച്ചേക്കെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു ബൾബാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്, അപ്പോഴും എന്താ സംഭവിക്കുക? വൺസ് ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യും? കത്തും. പക്ഷേ അത് അപ്പം തന്നെ കെട്ടുപോകും. അതേപോലെ തന്നെ ഞാൻ ഓഫ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? ഇത് കത്തും, പിന്നെന്ത് ചെയ്യും? കെട്ടുപോകും. പിന്നെ അത് കെട്ടുപോകും. അപ്പൊ എന്താ? അതായത് ആ ഓൺ ആക്കുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ ഒരു ലൈറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്ററിലാണെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ നടക്കുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഒരു DC കൊടുത്തു, അതായത് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് വൺസ് ഇലക്ട്രിക് ഫ്ലോ നടക്കുമ്പോഴേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? ഒരു ചേഞ്ചസ് സംഭവിക്കും അല്ലെ? ആ ചേഞ്ചസ് മൂലം എന്ത് ചെയ്യും? ഈ സെക്കൻഡ് കോയിൽ എന്ത് സംഭവിക്കും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്താ? അവിടെ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യണ മൂലമാണ് എന്ത്? ഇവിടെ ബൾബ് കത്തണുണ്ടാവുക ആണല്ലോ. പക്ഷേ കറണ്ട് ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ചസ് സംഭവിക്കോ? ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സിന് പിന്നെ ഒരു ചേഞ്ചസ് സംഭവിക്കില്ലല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യോ? ഇല്ല. അപ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മുടെ ബൾബ് എന്ത് ചെയ്യും? കത്തല് നിൽക്കും. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ
കത്തല് നിൽക്കും. അതേപോലെ തന്നെയാണ് ഈ DC കറണ്ട്, അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യും. ഓഫ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് സംഭവിക്കും. ഓഫ് ചെയ്യല്ലേ, അപ്പൊ അവിടെ എന്താ കറണ്ടിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതുമൂലം എന്ത് ചെയ്യും, ഈ ബാറ്ററി ബൾബ് ഇങ്ങനെ കത്തും. പക്ഷെ ആ ഓഫ് പിന്നെ നമ്മൾ ചേഞ്ചസും വരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ മാഗ്നറ്റിക് ഫീൽഡിന് വല്ല ചേഞ്ചസും വന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഓപ്പോസിറ്റ് കോയിലിൽ എന്ത് സംഭവിക്കില്ല, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അതുമൂലമാണ് ഈ ബൾബ് കത്താണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം DC കറണ്ട് കൊടുത്തപ്പോഴാണ് നമുക്ക്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ അപ്പൊ തന്നെ ലൈറ്റ് കത്തും, പിന്നെ അപ്പൊ തന്നെ കെട്ടുപോകും. അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് കറണ്ട് വൺസ് ഓൺ ചെയ്താൽ അപ്പൊ എന്ത് ചെയ്യണം, ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അതേപോലെ ഓഫ് ചെയ്താൽ എന്ത് ചെയ്യണം, കറണ്ട് ലൈറ്റ് നിൽക്കണം വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ DC കറണ്ടിനെ എന്ത് മാറ്റും, AC കറണ്ടിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അതായത് ഇവിടെ എന്ത് കൊടുക്കണം, ഒരു AC കറണ്ട്, ഓൾട്ടർനേറ്റീവ് കറണ്ട് കൊടുക്കും. അഫ്കോഴ്സ് ഓൾട്ടർനേറ്റീവ് കറണ്ട് ആകുമ്പോഴേക്കും ഇങ്ങനെ കറണ്ട് ഫ്ലോ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ചിങ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതെന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് ഒന്നും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, EMF പ്രൊഡക്ഷൻ കുറയും, EMF പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും, ബൾബ് കെടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഈ പ്രോസസ്. അതായത് ഒരു 2 കോയിലുണ്ട്, ആ 2 കോയിലും തമ്മിൽ ഒരു അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു. വൺസ് വി അപ്ലൈ എ മാഗ്നറ്റിക് കറണ്ട് ഫ്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും, ഒരു ചേഞ്ചസ് സംഭവിക്കും. ഡ്യൂ ടു ദാറ്റ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ സെക്കൻഡ് കോയിൽ അല്ലെ. സെക്കൻഡ് കോയിൽ അതിനെ പറയണതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയണ്ടാവുക. മനസ്സിലായല്ലോ? എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വൺസ് ഒരു 2 കോയിലുണ്ട്, ആ കോയിലിൽ കറണ്ട് ഫ്ലോ കൊടുക്കുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്കോ ഡയറക്ഷനോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസ് മൂലം EMF ഇൻഡ്യൂസ് ചെയ്യും ഓൺ ദ സെക്കൻഡ് കോയിൽ. ആൻഡ് ദെൻ ദ ബൾബ് ഓർ എനിത്തിങ് വിച്ച് ഈ കണക്റ്റഡ് ഓൺ ദ സെക്കൻഡ് കോയിൽ അതെന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബൾബ് ആണെങ്കിൽ കത്തും. മനസ്സിലായല്ലോ? ഈ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പളിനെയാണ് നമ്മൾ എന്ത് പറയാ, മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എന്തിനും ഇപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പവർ കുറക്കാണ്ട് വി കൂട്ടി കറണ്ട് കുറച്ച് നമുക്ക് ഒരു സാധനം വേണമെന്ന്. ആ സാധനമാണ് ട്രാൻസ്ഫോമർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയാം, നമ്മൾ റോട്ടിൽ ഇറങ്ങിയ പല ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ വലിയ ട്രാൻസ്ഫോമേഴ്സും ചെറിയ ട്രാൻസ്ഫോമേഴ്സും എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ട്രാൻസ്ഫോമറിൽ എന്ത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യണത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ? ആ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യണ പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയണുണ്ടാവുക. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണുണ്ടാവുക, ട്രാൻസ്ഫോമേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് മനസ്സിലാക്കിയല്ലേ. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് 2 കോയിൽസ് ഉണ്ട്. ആ കോയിൽസിൽ ഒരെണ്ണത്തിൽ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് സംഭവിക്കും അല്ലേ. ആ ചേഞ്ചസ് മൂലം എന്തുണ്ടാകും, EMF എവിടെ ഇൻഡ്യൂസ് ചെയ്യും. EMF എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ആ EMF എവിടെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ സെക്കൻഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡക്ഷൻ കാരണം എന്ത് നടക്കും, നമ്മൾ ബൾബ് ആണെങ്കിലും ഗാൽവനോമീറ്റർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഒരു ഡിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബൾബ് ഗ്ലോ നടക്കും. അപ്പൊ ഈ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ്ഫോമറിന്റെ മെയിൻ ഫിനോമിന എന്ന് പറയുമ്പോൾ എന്താ,
ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത്. ഈ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്ന് പറഞ്ഞു. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് നമ്മൾ ഒരു സെക്ഷനായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് ഈ സെക്ഷനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡക്ഷൻ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നമ്മൾ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? നമുക്ക് കറണ്ട് വേണമല്ലേ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? കറണ്ടിന്റെ ആവശ്യമുണ്ട്. ആ കറണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ആ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കുറച്ച് പവർ സ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു ആണല്ലോ. ആ പവർ സ്റ്റേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ആ പവർ സ്റ്റേഷൻ അപ്പൊ കറണ്ട് ഉണ്ടാക്കി. അതിൽ നിന്നും കറണ്ട് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരണം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ അറിയാം ലൈൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ലൈൻസ് ഒക്കെ നമുക്ക് വീട്ടിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടാസ്ക് അല്ലേ? ആ വഴി നമുക്ക് ഹീറ്റ് പ്രൊഡക്ഷൻസ് കുറയും. കറണ്ട് ലൈനിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ആ ഹീറ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് മെത്തേഡ്സ് ഒക്കെ നോക്കി. അത് റിലേറ്റ് ചെയ്ത് ട്രാൻസ്ഫോമറിൽ നോക്കി. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കി. അപ്പോൾ മിസ് അടുത്ത ക്ലാസ്സിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കും ഇല്ലേ? അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെക്ഷൻസ് കണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷനും അതിനുള്ള പ്രോബ്ലംസും ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നേക്കുന്ന ഏറ്റവും വലിയ ഇപ്പോഴത്തെ നമ്മുടെ വ്യൂ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് മേടിക്കണം എന്നാണ് അല്ലേ? ഞാനും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്താ മേടിക്കുന്ന? ഫുൾ മാർക്ക്, പ്രത്യേകിച്ച് ഫിസിക്സിൽ. ഓക്കെ, ബാക്കി മിസ്സുമാരൊന്നും അറിയണ്ട. പക്ഷെ ആസ് എ ഫിസിക്സ് ടീച്ചർ അല്ലെ ഫിസിക്സ് ട്യൂട്ടർ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അറിയാവുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നോ അല്ലേ? അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ഓരോ ചാപ്റ്റർ ആയിട്ട് വന്നു. അപ്പൊ ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ വരെ എത്തി. നാളെ അടുത്ത സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫോമർ എന്താണെന്നും ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷനും അത് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ബൈ.